ഈ വീഡിയോയിലൂടെ ഞാൻ ഐഡിയോളജീസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ UDF വന്നു, വെസ്റ്റ് ബംഗാളിൽ BJP വന്നു. അപ്പോൾ ഓരോ പാർട്ടിയും ഒരു ഐഡിയ ആയിരിക്കും കൺവേ ചെയ്യുന്നത്. അപ്പം കോൺഗ്രസ് ഭരിക്കുന്ന രീതിയല്ലായിരിക്കും BJP ഭരിക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഡിഫറൻസ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഡിഫറെൻ്റ് ഐഡിയ. അപ്പോൾ ഓരോ പാർട്ടി ഓരോ ഐഡിയ ആയിരിക്കും കൺവേ ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ഐഡിയോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി പൊളിറ്റിക്സ് ആണ്. നമ്മൾ ഒന്നി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക, BJPന് വോട്ട് ചെയ്യുക. പാർട്ടിയാണ് ഇവിടെ പ്രോമിനൻറ്റ് ഫീച്ചർ. അപ്പോൾ ഓരോ പാർട്ടി ഏത് ഐഡിയ ആണ് കൺവേ ചെയ്യുന്നത് എന്ന് ബേസിക് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സിറ്റിസന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്കത് കിട്ടും. സോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് നമ്മൾ കേട്ടിട്ടുള്ളത് കമ്മ്യൂണിസം കേട്ടിട്ടുണ്ട്, ക്യാപിറ്റലിസം കേട്ടിട്ടുണ്ട്, സോഷ്യലിസം കേട്ടിട്ടുണ്ട്, പിന്നെ BJPയുടെ ഐഡിയോളജി ആയിട്ടുള്ള ഹിന്ദുത്വ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പം നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം ഞാൻ കമ്മ്യൂണിസം തുടങ്ങാം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ബേസിക് ഐഡിയയുടെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ആർക്കും സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ പൈസ വെച്ച് ഒരു പ്രോപ്പർട്ടി മേടിക്കുവാണെങ്കിൽ അത് എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ബിക്കോസ് എൻ്റെ പ്രോപ്പർട്ടി എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് കമ്മ്യൂണിസം. അപ്പം ഇതിൻ്റെ ഐഡിയ എന്ന് പറയുമ്പം നമ്മൾ പല ആൾക്കാരും കാൾ മാർക്സ്, ദാസ് ക്യാപിറ്റൽ എഴുതിയ കാൾ മാർക്സിൻ്റെ ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അത് പറയുന്നു. പക്ഷെ നമ്മൾ വായിക്കും തോറും നമുക്ക് മനസ്സിലാകും കമ്മ്യൂണിസം പറയുന്ന ഒരു ഐഡിയോളജി കാൾ മാർക്സ് അല്ല. അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറായ പ്ലേറ്റോ ആണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. അപ്പം ഈ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയോളജി വന്നേ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്ക് കിട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പ്ലേറ്റോ വാസ് എ വെരി വിഷണറി ആയിരുന്നു. അപ്പം ഇദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു രാജാവ് ആവണമെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ്ഡം ഉള്ള ആൾക്കാരായിരിക്കണം രാജാവ്. എന്ന് വെച്ചാൽ വിസ്ഡം എന്ന് പറയുമ്പം വിസ്ഡമും നോളജ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വിസ്ഡം എന്ന് പറയുമ്പം യൂഷ്വലി ഡിസേൺമെൻറ്റ് എന്ന് നമുക്ക് പറയും. കൂടുതലും ഇറ്റ് ഇസ് ഫ്രം ദി ഹെവൻസ് അല്ലെങ്കിൽ ഫ്രം ഗോഡ് എന്നാണ് വിസ്ഡം എന്ന് പറയുന്നത്. നോളജ് എന്ന് പറയുമ്പം നമ്മൾ വേൾഡിലെ കാണുന്ന കാര്യങ്ങളാണ് നോളജ്. ഒരാൾക്ക് നോളജ് ഉണ്ടാവും, വിസ്ഡം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞത് ഒരു രാജാവ് ആണെങ്കിൽ, ഒരു പേഴ്സൺ ആകണമെങ്കിൽ വിസ്ഡം ഉണ്ടായിരിക്കുന്നൊരു പേഴ്സൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാത്തവൻ ആയിരിക്കണം ഒരു രാജാവ് ആവണ്ടേ എന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേറ്റോ ഇത് പറയാൻ കാരണം നമുക്ക് മനുഷ്യരിൽ നമുക്കൊരു വിസ്ഡം ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം, അഹന്ത, ഗ്രീഡോ, മറ്റുള്ള ആൾക്കാരെ നമ്മൾ പുച്ഛിക്കോ സെൽഫിഷോ ഒന്നും കാണത്തില്ല. ബിക്കോസ് വി ഹാവ് വിസ്ഡം. അതുകൊണ്ട് തന്നെ ഒരു രാജാവിന്, വിസ്ഡമുള്ള രാജാവിന് ഒരിക്കലും പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല. ബിക്കോസ് അദ്ദേഹത്തിന് ഗ്രീഡില്ല. ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, അദ്ദേഹത്തിന് യാതൊരു ഗ്രീഡില്ല. അപ്പോൾ ഗ്രീഡില്ലാത്തൊരു മനുഷ്യനായിരിക്കണം രാജാവാവണ്ടേ എന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഒരു രീതിയിലും അത് പോസിബിൾ അല്ല. ബിക്കോസ് ഗ്രീഡ് ഇല്ലാത്ത ആൾക്കാർ രാജാവായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എല്ലാവർക്കും ഗ്രീഡുണ്ട്. അപ്പം അങ്ങനെയാണ് കമ്മ്യൂണിസം തുടങ്ങുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു ഒരു രാജാവിന് ഒരു വൈഫ് ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവാൻ പാടില്ല. അതെന്താന്ന് വെച്ചാൽ ഒരു വൈഫ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡ് എന്താണ്, അവിടെ ലസ്റ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ളൊരു പർപ്പസ്, അത് വിസ്ഡത്തിനെ വീക്കൻ ചെയ്യും എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയാണ് അഹന്ത നമ്മളിൽ അത് സൃഷ്ടിക്കും. അപ്പം പ്രോപ്പർട്ടിയും വൈഫും വേണ്ടാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിസ്ഡമുള്ള ആൾക്കാർ. അവരാണ് രാജാവാവേണ്ടത്. അപ്പം അങ്ങനെയാണ് ഈ കമ്മ്യൂണിസം വരുന്നത്. ആർക്കും ഒരു പ്രോപ്പർട്ടിയുടെയോ ആവശ്യമില്ല, എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണിത്, ആർക്കും സ്വന്തമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് സോഷ്യലിസം. ഇപ്പം ജവഹർലാൽ നെഹ്റു വാസ് എ ബിഗ് ഫാൻ ഓഫ് സോഷ്യലിസം. ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഫാനാണ് സോഷ്യലിസം. ഇന്നത്തെ കോൺഗ്രസ് എനിക്കറിയില്ല, പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
അവർ ഒരുപാട് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. പ്രൈമറിലി ബിക്കോസ് അന്നത്തെ USSR, ഇന്നത്തെ റഷ്യ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രൈമറിലി ബിക്കോസ് ദേ ബിലീവ്ഡ് ഇൻ സോഷ്യലിസം. അപ്പം സോഷ്യലിസം വിശ്വസിക്കുന്നത് അങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആർക്കും പാടില്ല എന്ന് അതിൻ്റെ ആവശ്യമേ ഇല്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാം, പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൂടെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി സഹായം ചെയ്യണം എന്ന് വെച്ചാൽ വെൽഫെയർ അപ്രോച്ച്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു മെഷേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി നേരത്തെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റിനെതിരെ കേസ് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ല. എന്ന് വെച്ചാൽ സ്റ്റേറ്റിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് അവർ എടുത്തു മാറ്റി. വൈ? ബിക്കോസ് ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കണം. അപ്പം അതൊരു സോഷ്യലിസം എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാം, പക്ഷെ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരെ കൂടി സഹായിക്കണം. അപ്പോൾ അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു വെൽഫെയർ ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഉണ്ട്. അതാണ് സോഷ്യലിസം വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വി ബിലീവ് ഇൻ സോഷ്യലിസം. സോഷ്യലിസ്റ്റ് ഐഡിയോളജി കുറച്ചുകൂടെ നല്ല ഐഡിയോളജി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണുമായിരിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. മൂന്നാമത്തതാണ് ക്യാപിറ്റലിസം. ഇപ്പോൾ നമ്മൾ US എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമീസ് എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം എല്ലാവർക്കും എല്ലാം ലിബർട്ടി ഉണ്ടായിരിക്കണം. വെൽഫെയർ അപ്രോച്ച് കുറവാണ്. എന്ന് വെച്ചാൽ പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല, വേണേൽ സഹായിച്ചോളൂ. പക്ഷേ ക്യാപിറ്റലിസം വിശ്വസിക്കുന്നത് നിനക്ക് എന്താണോ നേടാൻ പറ്റുന്നത് നിനക്കെല്ലാം നേടാം. നിനക്കിപ്പോൾ ഹാർഡ് വർക്കിലൂടെ നിനക്കിപ്പോൾ ഒരു കമ്പനി ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് കമ്പനി ഓൺ ചെയ്യാം. ആ ഒരു പാവപ്പെട്ടവൻ്റെ പ്രോപ്പർട്ടി ആണോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ദ ലിബർട്ടി, യു ഹാവ് ദ ഫ്രീഡം ടു ഡു എവറിത്തിങ്. ഇതാണ് ക്യാപിറ്റലിസം വിശ്വസിക്കുന്നത്. പ്രൈമറിലി ബിക്കോസ് അവർ കൂടുതലും വിശ്വസിക്കുന്നത് ഇൻഡിവിജ്വലിൻ്റെ മിടുക്ക് കൊണ്ടാണ് എന്നാണ് അവർ കൂടുതലും വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ദേ ഡീൽ വിത്ത് പ്രോഫിറ്റ്സ് ഒരുപാട് കൂട്ടണം. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഭയങ്കര കേപ്പബിൾ ആയിരിക്കണം. അപ്പം നല്ല ഹാർഡ് വർക്കും നല്ല രീതിയിൽ അധ്വാനിക്കുന്നവന് കിട്ടണം എന്നാണ് വിശ്വസിക്കുന്നത്. അവിടെ ഒരു വെൽഫെയർ, ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ക്യാപിറ്റലിസത്തിനകത്തില്ല. ഇതാണ് 3 ബേസിക് ആയിട്ടുള്ള ഐഡിയോളജീസ് വിച്ച് ഈസ് വെരി പ്രോമിനൻറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ BJP വന്നപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ് ഹിന്ദുത്വ. പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ BJPയുടെ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ കൾച്ചറൽ നാഷണലിസമാണ്. ഇപ്പോൾ നമുക്ക് പണ്ട് ഒരു വലിയൊരു ഫിലോസഫർ ആയിരുന്നു, പുള്ളി ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, ഓർബിന്ദോ ഘോഷ് ഒരു കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ നാഷണലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് നിങ്ങൾ നേഷനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ അതായിരിക്കണം. എന്ന് വെച്ചാൽ യു ഷുഡ് ലവ് യുവർ ഇന്ത്യൻ കൾച്ചർ, യു ഷുഡ് ലവ് യുവർ ഇൻഡിജീനസ് ഗുഡ്സ്. ഇപ്പം അന്നൊക്കെ ഗാന്ധി എന്ന് വെച്ചാൽ ഇൻഡിജീനസ് ആയിട്ടുള്ള ഗുഡ്സ്, ഇന്ത്യൻ്റെ ഗുഡ്സ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൾച്ചറൽ നാഷണലിസം. എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യയെ പറ്റിയിട്ട് ഭയങ്കര ഒരു ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കൾച്ചറൽ നാഷണലിസം. അപ്പം അവിടെ നേഷൻ്റെ ഒരു പ്രൈഡ് കാണുന്നുണ്ട് കൾച്ചറൽ നാഷണലിസത്തിനകത്ത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയോളജി. BJPയുടെ മറ്റുള്ളൊരു ഐഡിയോളജി ഹിന്ദുത്വമാണ്, വിച്ച് ഈസ് വെരി കോൺട്രവേഴ്ഷ്യൽ. എനിക്കറിയത്തില്ല, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐഡിയോളജി അതാണ് പറയുന്നത്. ഐ ഫേംലി ബിലീവ് ദാറ്റ് BJPയുടെ ഒരു ഐഡിയോളജി ഈസ് കൾച്ചറൽ നാഷണലിസം. കൾച്ചർ എന്ന് പറയുമ്പം നമ്മുടെ നേഷൻസും നമ്മുടെ ഇന്ത്യനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു നാഷണൽ പ്രൈഡ് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. സോ ഇതാണ് 4 ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയോളജി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റൈറ്റ്, കംപ്ലീറ്റ്ലി റോങ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുമ്പം എല്ലാവരുടെയും പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇത് എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. ഇതൊരു ട്രാജഡി ഓഫ് കോമൺസ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ഇത് എൻ്റെ പ്രോപ്പർട്ടി അല്ലല്ലോ, അപ്പം നീ ഈ പ്രോപ്പർട്ടിയെ നോക്കിക്കോളാൻ.
അങ്ങനെയുള്ളൊരു ഐഡിയ കൺവേ ചെയ്യും. എന്ന് വെച്ചാൽ ആർക്കും ആ പ്രോപ്പർട്ടീനെ സംരക്ഷിക്കാൻ ഒരു ബോധം ഉണ്ടാവത്തില്ല. ബിക്കോസ് ഇത് നിൻ്റെയും കൂടി പ്രോപ്പർട്ടി അല്ലേ, നീയും കൂടി നോക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ഇതിനെയാണ് നമ്മൾ ട്രാജഡി ഓഫ് ദ കോമൺസ് എന്ന് വിളിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്ലേറ്റോയുടെ തിയറി അന്ന് എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര റെലവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധിയുള്ള പെണ്ണുങ്ങളെ മാത്രം കല്യാണം കഴിച്ചാൽ മതി, അതാകുമ്പം അവർക്ക് ബുദ്ധിയുള്ള പിള്ളേർ കിട്ടും എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ ഈ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധി ഇല്ലാത്ത പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ആണുങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പിള്ളേർക്കും വലിയ ബുദ്ധി കാണത്തില്ല. അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാകുമ്പം ആ ഒരു വരുന്ന ചിൽഡ്രൻ എന്ന് പറയുമ്പം നിങ്ങളുടെയും അല്ല, ബിക്കോസ് നിങ്ങളുടെ ചിൽഡ്രൻ അല്ല, നിങ്ങളുടെ ചിൽഡ്രൻ ആയിക്കഴിഞ്ഞാൽ സെൽഫിഷ്നെസ്സും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ മേറ്റ് ചെയ്തോ, കുഴപ്പമില്ല, യു ക്യാൻ ഹാവ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാം. ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു കിങ്, മനസ്സിലാക്കണം, ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു കിങ്. പക്ഷേ ആ ചിൽഡ്രനെ സ്റ്റേറ്റ് നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ചിൽഡ്രൻ അല്ല, ഇത് സ്റ്റേറ്റിൻ്റെ ചിൽഡ്രൻ ആണ് എന്ന് ഒരു കോൺട്രവേഴ്ഷ്യൽ ഉണ്ടായിരുന്നു, വിച്ച് ഈസ് വെരി വിയേർഡായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ബേബീസ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാക്കാൻ നമ്മൾ നോക്കുന്നില്ല. അതൊരു പ്ലേറ്റോടെ ഒരു ടച്ച് എവിടെയോ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസം എന്ന് വെച്ചാൽ ട്രാജഡി ഓഫ് ദ കോമൺസ് ആകും. എന്ന് വെച്ചാൽ ഈ പിള്ളേരെ ആരും നോക്കത്തില്ല, നിൻ്റെ പിള്ളേരല്ലല്ലോ, എൻ്റെയും പിള്ളേരല്ലല്ലോ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരും. അതുപോലെ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ പാവപ്പെട്ടവനെ നമ്മൾ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അധ്വാനിക്കുന്നവന് എന്താണ്, അവർക്കൊരു പ്രിവിലേജ് കിട്ടുന്നില്ല. അതാണ് സോഷ്യലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡിഫക്റ്റ്. ക്യാപിറ്റലിസം നമ്മൾ ഡിഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരെ സ്വീകരിക്കുന്നില്ല, അതും ക്യാപിറ്റലിസത്തിൻ്റെ ഡിഫക്റ്റാണ്. പിന്നെ കൾച്ചറൽ നാഷണലിസം, നമ്മൾ ഇന്ത്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നേഷൻസിനെ നമ്മൾ സ്നേഹിക്കില്ല എന്നുള്ളൊരു, എന്ന് വെച്ചാൽ നാഷണലിസം, രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നൊരു കോൺസെപ്റ്റാണ്. നാഷണലിസത്തിന് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മുടെ നേഷനെ ഒരുപാട് സ്നേഹിക്കും, വേറൊരു നേഷൻസിനെ നമ്മൾ വെറുക്കും. സോ ഇതിനകത്ത് കുറേ ഡിഫക്റ്റും പോസിറ്റീവ്സ് ഉണ്ട്. ബട്ട് മൈ ഫിലോസഫി ഈസ് സിമ്പിൾ, ടേക്ക് ദ ഗുഡ് ആൻഡ് ലീവ് ദ ബാഡ്. സോ ലെറ്റ് മീ നോ വാട്ട്സ് യുവർ ഐഡിയോളജി.